ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കും. പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടർമാർക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരള പര്യടനത്തിൽ. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതാകുമെന്ന് ആലത്തൂരിലെ പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി. മണ്ഡല പര്യടനത്തിനായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ. പരസ്പര ബഹുമാനമാണ് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനമെന്ന് റാലിയിൽ രാഹുൽ ഗാന്ധി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തൃശൂരിൽ പ്രചാരണത്തിനിറങ്ങും. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലി ചരക്ക് കപ്പലിൽ അകപ്പെട്ട 17 ഇന്ത്യക്കാരുടെ മോചനം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തി. അഫ്ഗാനിസ്ഥാനിൽ 3 ദിവസമായി തുടരുന്ന കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 33 മരണം. 20ഓളം പ്രവിശ്യകൾ വെള്ളത്തിൽ. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം മറ്റന്നാൾ വൈകിട്ട് അവസാനിക്കാനിരിക്കെ പ്രചാരണം ഉച്ചസ്ഥായിയിൽ. രാജ്യത്ത് 21 സംസ്ഥാനങ്ങളിലായുള്ള 102 ലോക്സഭാ മണ്ഡലങ്ങൾ ആദ്യഘട്ട വോട്ടെടുപ്പിന് സജ്ജമായി. പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടർമാർക്ക് ആവശ്യമായ എല്ലാ സൌകര്യങ്ങളും ഉറപ്പാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ മാത്രമല്ല, നാം ഓരോരുത്തരുടെയും ഭാവി നിർണ്ണയിക്കുന്നതാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തൃശൂർ കുന്നംകുളത്ത് NDA തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. आज का भारत युद्ध में फंसे अपने नागरिकों को रेस्क्यू करने की ताकत रखता है. आज का भारत कोरोना जैसी महामारी में दूसरे देशों की ओर नहीं देखता. हम स्वदेशी वैक्सीन बनाते हैं, अपने देश के साथ साथ विश्व के दूसरे देशों की सहायता भी करते हैं. പുതുവർഷം കേരളത്തിന് വികസനത്തിന്റെ വർഷമായിരിക്കുമെന്നും കേരള രാഷ്ട്രീയത്തിൽ വളരെ വലിയ മാറ്റം കാണാനാകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജനങ്ങൾ ഇനി LDFനെയും UDFനെയും പിന്തുണയ്ക്കില്ലെന്നും ശ്രീ മോദി പറഞ്ഞു. കേരളത്തിൽ 73 ലക്ഷം പേർക്കാണ് ഇതുവരെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഗുണഫലങ്ങൾ ലഭ്യമായത്. 70 വയസ്സ് പൂർത്തിയായവർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി വഴി ചികിത്സ ലഭ്യമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മലയാളത്തിലാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. വിവിധ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾ പ്രധാനമന്ത്രിയുടെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്നലെ വൈകിട്ട് കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ 11:20 ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കുന്നംകുളത്ത് പ്രചാരണത്തിനെത്തിയത്. ഇന്നുച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മണ്ഡലം NDA സ്ഥാനാർത്ഥി V. മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുയോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വയനാട്ടിൽ തുടക്കമായി. രാവിലെ തമിഴ്നാട്ടിലെ നീലഗിരിയിലെത്തിയ രാഹുൽ ഗാന്ധി കോളേജ് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. തുടർന്ന് ബത്തേരിയിൽ നടന്ന റോഡ് ഷോയിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തു. പരസ്പര ബഹുമാനമാണ് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനമെന്ന് രാഹുൽ ഗാന്ധി റോഡ് ഷോയിൽ പറഞ്ഞു. I think the starting point of politics is respect of other human beings. And India is like a bouquet of flowers. And every flower has to be respected because every flower promotes the beauty of the bouquet. വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന UDF റാലിയിലും പൊതുസമ്മേളനത്തിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലി ചരക്ക് കപ്പലിൽ അകപ്പെട്ട 17 ഇന്ത്യക്കാരുടെ മോചനം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സുമായി ടെലിഫോണിൽ ആശയവിനിമയം നടത്തി. കഴിഞ്ഞ ദിവസം നടന്ന സംഭവ വികാസങ്ങളിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചതായി ശ്രീ എസ് ജയശങ്കർ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഹാനിയുമായും അദ്ദേഹം മേഖലയിലെ സാഹചര്യവും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കാമെന്ന് സമ്മതിച്ചു. നാഗ്പൂരിലെ നാഷണൽ അക്കാദമി ഓഫ് ഡയറക്ട് ടാക്സിൽ 76ാമത് ബാച്ച് ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥരുടെ പരിശീലന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പങ്കെടുക്കും. ബാച്ചിൽ 56 IRS ഉദ്യോഗസ്ഥരും റോയൽ ഭൂട്ടാൻ സർവീസിലെ 2 ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് മണിപ്പൂരിലെത്തും. ഇംഫാലിൽ അദ്ദേഹം പ്രചാരണാർത്ഥം പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. മണിപ്പൂർ മുഖ്യമന്ത്രി N. ബീരേൻ സിംഗ്, BJP മണിപ്പൂർ സംസ്ഥാന അധ്യക്ഷൻ, പാർട്ടിയുടെ മറ്റ് നേതാക്കൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും.
രാജ്യത്തെ ജുഡീഷ്യറിയെ തകർക്കാൻ ചില വിഭാഗങ്ങൾ ശ്രമം നടത്തുന്നതായി കാണിച്ച് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും വിരമിച്ച 21 ജഡ്ജിമാർ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് കത്തയച്ചു. സമ്മർദ്ദം, തെറ്റായ വിവരങ്ങൾ, പൊതു അവഹേളനം എന്നിവയിലൂടെ നീതിന്യായ വ്യവസ്ഥയിലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസം തകർക്കാൻ ശ്രമിക്കുന്നതായി കത്തിൽ പരാമർശിക്കുന്നു. 4 ദിവസത്തെ സന്ദർശനത്തിനായി കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ ഇന്ന് ഉസ്ബെക്കിസ്ഥാനിൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ധാരണയും ഉഭയകക്ഷി പ്രതിരോധ സഹകരണവും ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും സ്പ്രിംഗ് സെഷനുകൾ ബുധനാഴ്ച വാഷിംഗ്ടണിൽ ആരംഭിക്കും. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുക, കടക്കെണിയിലായ രാജ്യങ്ങളെ സഹായിക്കുക എന്നിവയാണ് ഇത്തവണത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ട. IMF പ്രസിദ്ധീകരണമായ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്കിന്റെ പുതുക്കിയ പതിപ്പ് യോഗത്തിൽ പുറത്തിറക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 85 വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന നടപടിക്ക് തുടക്കം. അസന്നിഹിത വോട്ട് വിഭാഗത്തിൽപ്പെടുത്തിയാണ് ഇവർക്ക് വീട്ടിൽ തന്നെ വോട്ട് ചെയ്യുന്നതിനുള്ള സൌകര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് തൃശൂരിൽ നടക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് ഇരിങ്ങാലക്കുടയിലാണ് ആദ്യ പരിപാടി. പിന്നാലെ തൃശൂരിലും ചാവക്കാടും നടക്കുന്ന പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ദേശീയ നേതാക്കൾ ഇന്നു മുതൽ കേരളത്തിലെത്തും. CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരട്ട് കണ്ണൂരിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ 3 ദിവസമായി തുടരുന്ന കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 33 മരണം, 27ഓളം പേർക്ക് പരിക്കേറ്റു. ഏകദേശം 600 കിലോമീറ്റർ റോഡ് തകരുകയും നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. 2000 ഏക്കർ കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലായി. അഫ്ഗാനിസ്ഥാനിലെ 34 പ്രവിശ്യകളിൽ 20 എണ്ണം കനത്ത മഴയിൽ വെള്ളത്തിനടിയിലായി. ഇന്തോനേഷ്യയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 15-ലധികം പേർ മരിച്ചതായി റിപ്പോർട്ട്. 2 പേരെ കാണാതായി. സുലുവേസി പ്രവിശ്യയിലെ ടന ടൊറാജ ജില്ലയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. സൈനികരും പോലീസുകാരും ഉൾപ്പെടെ നിരവധി പേർ രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 7:30 ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. കിർഗിസ്ഥാനിൽ നടക്കുന്ന സീനിയർ ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 വെള്ളിയും 2 വെങ്കലവും. 72 കിലോ വിഭാഗത്തിൽ ഹർഷിത, 53 കിലോയിൽ അഞ്ജു പങ്കാൽ എന്നിവർ വെള്ളി നേടി. 65 കിലോ വിഭാഗത്തിൽ അന്തിം പങ്കാലും 62 കിലോയിൽ മനീഷ ഭൻവാലയും വെങ്കലം നേടി. ISL ഫുട്ബോളിൽ ഇന്ന് ATK മോഹൻ ബഗാൻ മുംബൈ സിറ്റിയെ നേരിടും. രാത്രി 7:30 കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ISSF ഒളിമ്പിക് യോഗ്യതാ ചാമ്പ്യൻഷിപ്പിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ ഇന്ത്യയുടെ പാലക് ഗുലിയ വെങ്കലം സ്വന്തമാക്കി പാരീസ് ഒളിമ്പിക്സിൽ ഇടം നേടി. അതേസമയം സൈന്യാം സുരുചി 5ാമതെത്തിയെങ്കിലും ഒളിമ്പിക്സിൽ പ്രവേശിക്കാനായില്ല. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട EDയുടെ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ഗുപ്ത എന്നിവരടങ്ങിയ 2-അംഗ ബെഞ്ചായിരിക്കും ഹർജി പരിഗണിക്കുക. ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് BRS നേതാവ് K കവിതയെ ഡൽഹി റൂസ് അവന്യൂ കോടതി ഈ മാസം 23 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. 3 ദിവസത്തെ പോലീസ് കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ച സാഹചര്യത്തിലാണ് CBI കോടതിയിൽ ഹാജരാക്കിയത്. മാർച്ച് 15-നാണ് ED കവിതയെ അറസ്റ്റ് ചെയ്തത്. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ സൌദി, ഇസ്രായേൽ പ്രതിരോധ സെക്രട്ടറിമാരുമായി ഫോണിൽ ബന്ധപ്പെട്ടു. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ജോർദാൻ, സൌദി അറേബ്യ, തുർക്കി, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ചർച്ച നടത്തി. US പ്രസിഡന്റ് ജോ ബൈഡൻ G7 നേതാക്കളുമായും ജോർദാൻ രാജാവ്, ഇസ്രായേൽ പ്രധാനമന്ത്രി എന്നിവരുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇറാനെതിരെയുള്ള ഒരു നടപടിയിലും പങ്കെടുക്കില്ലെന്ന് ജോ ബൈഡൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 1ാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കും. പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടർമാർക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരള പര്യടനത്തിൽ. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതാകുമെന്ന് ആലത്തൂരിലെ പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി. മണ്ഡല പര്യടനത്തിനായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ. പരസ്പര ബഹുമാനമാണ് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനമെന്ന് റാലിയിൽ രാഹുൽ ഗാന്ധി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തൃശൂരിൽ പ്രചാരണത്തിനിറങ്ങും. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലി ചരക്ക് കപ്പലിൽ അകപ്പെട്ട 17 ഇന്ത്യക്കാരുടെ മോചനം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തി. അഫ്ഗാനിസ്ഥാനിൽ 3 ദിവസമായി തുടരുന്ന കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 33 മരണം, 20ഓളം പ്രവിശ്യകൾ വെള്ളത്തിൽ. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.